ഇന്ന് ഞാനും ചേട്ടായും കൂടെ പോകുന്ന ഒരു അത്ഭുതം കാണാനാണ്. എപ്പോഴും ഈ അത്ഭുതം തന്നെ ഈ കാണുന്നതിന് തീർക്കും അല്ലേ. നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്നതെല്ലാം അത്ഭുതം തന്നെയല്ലേ. ഒരു എക്സർഷൻ ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിന് ഇതിന് വേണ്ടിയിട്ട് തന്നെയായിട്ടാട്ടോ. ഒരു ഡാമിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ട്രെയിൻ നിർത്തും. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. കുറേ അരമണിക്കൂറോളം നിർത്തിയിടും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഇതുവരെ വേറെ റോഡോ പാലങ്ങളോ വേറെ ഒന്നുമില്ല. ഈ ട്രെയിൻ പാളം മാത്രമേ ഉള്ളൂ. ആ വലിയ ഡാമാണ്. ഡാമിൻ്റെ നടുക്കാണ് ഈ ട്രെയിൻ കൊണ്ടുപോയി നിർത്തിയിടുന്നത്. അവിടെ നിർത്തി കഴിയുമ്പോഴത്തേനും ആൾക്കാരെല്ലാം ഇറങ്ങി പതുക്കെ ആ ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ലോപ്പുരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ. ഡാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് സൺഫ്ലവർ ഫീൽഡിലേക്കാണ്. ഇപ്പം ഞാനിടുന്നത് ഈ ഡാമിൻ്റെ ചുറ്റുഭാഗമുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, എത്രമാത്രം വിസ്തൃതിയിലാണ് കിടക്കുന്നതെന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഒരു കടലിൻ്റെ നടുക്കാണോ കൊണ്ടുപോയി നിർത്തിയിട്ടേന്ന് നമുക്ക് തോന്നിപ്പോവും. വേറെ ഒന്നും നമുക്ക് കാണാനില്ല, വെള്ളം മാത്രം, ചുറ്റിനും വെള്ളം. എന്നുവെച്ചാൽ എന്നാ പറയണ്ടേ, ബോട്ടും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. ഡാമൊക്കെ ആകുമ്പോൾ അങ്ങേ വശം ഇങ്ങേ വശമൊക്കെ നമുക്ക് കാണാമല്ലോ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം. പിന്നെ അങ്ങേയറ്റത്തേക്ക് നോക്കിയിട്ട് കുറച്ച് പച്ചപ്പൊക്കെ കാണാം. നമ്മൾ വന്ന ട്രെയിനാട്ടോ നിർത്തിയിട്ടേക്കുന്നത്. ഒരുപാട് സഞ്ചാരികളുണ്ട്. ഒരു 700 പേരെങ്കിലും കാണും. ഒരു ട്രെയിനിലുള്ള എന്തോരം ആൾക്കാരുണ്ടോ. അത് ഈ പാക്കേജാണ്. ഈ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് സൺഫ്ലവർ ഫീൽഡ് കാണാനും പോകുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളൊരു 3:30 കൂടിയിട്ട് രാവിലത്തെ ട്രെയിനാണ് പോയത് കേട്ടോ. ഒരു 6:30 ആയപ്പം 6:30 7:30 ആയപ്പോൾ പോയതാണ്. തിരിച്ച് നമ്മൾ 3:30 റിട്ടേൺ പോരും. അങ്ങനെയാണ്. ഒരു വല്ലാത്ത അത്ഭുതം തന്നെയല്ലേ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്കെല്ലാം അത്ഭുതം തന്നെയാണ്. എന്നെ ഇത്രമാത്രം അത്ഭുതം ഉള്ളതെന്നല്ലേ. ഒരു റോഡോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ട്രെയിൻ പാളം മാത്രം. അത്രയും ഒരു 3-4 കിലോമീറ്ററോളം ഉണ്ടാവും. ആ വെള്ളത്തിൻ്റെ നടുക്കൂടിയാണ് ആ ട്രെയിൻ പോകുന്നത്. ട്രെയിൻ അവിടെ നിർത്തിയിട്ട് എല്ലാ ആൾക്കാരെല്ലാം വീഡിയോസും എല്ലാവരും റീൽസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട്. നോക്കത്താ ദൂരത്തോളം വെള്ളം തന്നെ ഈ ട്രെയിനിൻ്റെ അകത്താണ്. അതൊരു അത്ഭുതം തന്നെയല്ലേ. നിങ്ങൾക്ക് തോന്നില്ലേ ഒരു അത്ഭുതമായിട്ട്? എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു അത്ഭുതം തന്നെയാണ്. ജീവിതത്തിൽ നമ്മൾ കാണാത്ത ഓരോ സംഗതികളും അത്ഭുതം തന്നെയാണ്. അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ റിട്ടേൺ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകണം. അടുത്ത വീഡിയോ കാണാം. ഓക്കേ.